بسم الله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا مزيدا إلى يوم الدين. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 12ാമത്തെ ഘട്ട QHLSC പഠനം അവസാനിപ്പിച്ച് 13ാമത്തെ ഘട്ടത്തിലേക്കാണ് നിലവിൽ കടന്നിട്ടുള്ളത്. ഈ തവണ നമുക്ക് സൂറത്തുൽ മുഅ്മിനൂൻ ആണ് ആദ്യം പഠിക്കാനുള്ളത്. 3 സൂറത്തുകളാണ് നമുക്ക് ഈ വർഷം പ്രധാനമായും പഠിക്കാനുള്ളത്. സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ, ഈ 3 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് അവൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യമാണ്. ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, ഖുർആനിൻ്റെ വക്താവായി മാറുക, ഇതൊക്കെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഇരുലോകത്തും വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. ദുനിയാവിലും വിജയിക്കണം, ആഖിറത്തിലും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുനിയാവിൽ ഒരുപാട് ഖൈറുകൾ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ ബറക്കത്തുകൾ അധികമായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹറമിലെ ഇമാമാണ് യാസർ അൽ ദോസരി ഹഫിളഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, നമ്മൾ ഇന്നൊരു 3 പേജ് ഖുർആൻ ഓതി വിചാരിക്കുക, നാളെ ഒരു 4 പേജ് ഖുർആൻ ഓതി എന്ന് വിചാരിക്കുക. 3 പേജ് ഖുർആൻ ഓതിയാൽ ആ ദിവസത്തിൽ ഉണ്ടാകുന്ന ബറക്കത്തിനേക്കാൾ 4 പേജ് ഖുർആൻ ഓതിയ ദിവസത്തിന് ഉണ്ടാകുമെന്നാണ്. എത്ര കണ്ട് ഒരു വിശ്വാസി ഖുർആനിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. നമ്മളൊക്കെ ഖുർആനുമായിട്ടുള്ള ബന്ധം പലപ്പോഴും റമദാനിൽ പരിമിതപ്പെട്ടതാണ്. വളരെ പ്രശ്നമാണത്. ഹറമിലൊക്കെ നമ്മളെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനോത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു യമനിയായ എൻ്റെ കൂട്ടുകാരൻ, ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ ഡെയിലി അവൻ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, സുബൈ നിസ്കാരം ഹറമിൽ നിസ്കരിക്കാൻ സുബൈക്ക് മുമ്പ് ഞാൻ ഹറമിൽ വരും. നമസ്കാരം ഖുർആനോത്തൊക്കെ. നമസ്കാരത്തിന് ശേഷം ഖുർആനിലെ ഹൽക്കുണ്ട്. 11 മണി വരെ ഖുർആനോത്താണ് അവൻ്റെ പണി. ഉച്ചൻ്റെ 11 മണി വരെ. അതിനിടയിൽ ഓൻ ഓതും, ഹിഫ്ളാക്കും, ഉസ്താദിന് ഓതിക്കൊടുക്കും. 11 മണിക്ക് ശേഷം ഒരു കിതാബ് വായിക്കും. എൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ചെറിയ ചെറിയ സമയങ്ങൾ. ളുഹർ വരെ ഹറമിൽ സമയം ചെലവഴിക്കും. ളുഹറിന് ശേഷം ഓനൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഓനക്ക് കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ള വ്യാകരണത്തിൻ്റെ ഭാഗം, നഹ്വ്, സർഫ്, അത് ഓന് പഠിക്കും. അസറിന് ശേഷം ഹറമിൽ ദർസുകൾ ആരംഭിക്കും. ഇശാ വരെ ഹറമിൽ ദർസുകൾ കഴിച്ചു കൂട്ടും.
അപ്പം ഇങ്ങനെയും ജീവിക്കുന്ന ആളുകൾ നമ്മളെ ചുറ്റുവട്ടത്തിലുണ്ട്. എത്ര തിരക്കുള്ളവരായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ഖുർആനിനൊരു സമയം മാറ്റി വെക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനാണ്. തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒട്ടകങ്ങളും കുതിരകളും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും വാരിക്കോരി കൊടുത്ത സഹാബിയാണ്. അത്രമാത്രം കൊടുക്കാണ്ടായിരുന്നു. ബിർ റൂമ എന്ന കിണർ വലിയ മോഹവില കൊടുത്തിട്ട് വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്ത സഹാബിയാണ്. സഹാബിമാരിലെ കോടീശ്വരനായി അറിയപ്പെടുന്ന വ്യക്തി മരിക്കുന്ന സന്ദർഭത്തിലും ഖുർആൻ ഓത്താണ്. 3 ദിവസം കൂടുമ്പോൾ ഖുർആൻ മുഴുവനായി ഓതി തീർക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം രാത്രി സ്കരിക്കാൻ നിന്നു. ബഖറ മുതൽ തുടങ്ങി, അത് പിന്നെ അവസാനിച്ചത് നാസമാണ്. അപ്പോൾ അത്രത്തോളം ഖുർആനുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ, ഒരു മടുപ്പ്, ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ അവർക്കൊരു മടുപ്പുണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. എത്ര തിരക്കുണ്ടായിക്കോട്ടെ, എത്ര കച്ചവടം ഉണ്ടായിക്കോട്ടെ, എത്ര ജോലിയുടെ ഭാരമുണ്ടായിക്കോട്ടെ, ഒരു ജുസ് എങ്കിലും നമ്മൾ ഡെയിലി ഓതുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഞാൻ പറയില്ല, ദുനിയാവിലും ആഖിറത്തിലും വിജയം ഉണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയുടെ ഡ്യൂട്ടി ഒരു വ്യക്തിനെ ഏൽപ്പിച്ചിരുന്നു. അയാളുണ്ട് മദീനത്ത് കറങ്ങി നടക്കണം. അപ്പം എന്താന്ന് ചോദിച്ചു. അങ്ങനെ മക്കൻ്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചതല്ലേ, അപ്പം ഞാൻ എനിക്ക് പകരം ഇബ്നു അബ്സയെ അവിടെ പകരമാക്കിയിട്ടുണ്ട്. ഇബ്നു അബ്സ എന്ന വ്യക്തിയെ പകരമാക്കിയിട്ടുണ്ട്. മക്കൻ്റെ ഡ്യൂട്ടി ഞാൻ ഇബ്നു അബ്സയെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ഇബ്നു അബ്സയെ അടിമയായിരുന്ന വ്യക്തിയാണല്ലോ, മൗലയാണല്ലോ. അദ്ദേഹത്തെ നിങ്ങൾ ഖുറൈശികളുടെ കാര്യം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. എന്താപ്പെന്ന് അയാളുടെ ക്വാളിറ്റി? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആനിനെ കുറിച്ച് അദ്ദേഹത്തിന് വിവരമുണ്ട് എന്നാണ്. ഞാനല്ല, ദുനിയാവിൽ ഖുർആനെ കൊണ്ട് ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനി പരലോകത്തോ? പരലോകത്ത് ഖുർആന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപ്പ മോനെ കണ്ടു കഴിഞ്ഞാൽ ഉപ്പ ഓടും പരലോകത്ത്, മോൻ്റെ അടുത്ത് നിൽക്കൂല. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് മക്കളെ വേണ്ട, ആരും വേണ്ട. എന്താണ് വിശ്വാസം പറഞ്ഞത്? അന്ന് താങ്ങായി തണലായി ഖുർആനിൻ്റെ ആൾക്ക് ഖുർആൻ കൂടെയുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമത്തി ഹീന യൻഷഖു അൻഹു ഖബറുഹു. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ കറജുലി ഷാഹിബ്, മുഖം മഞ്ഞ നിറത്തിലുള്ള ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഖുർആൻ അവൻ്റെ കൂടെയുണ്ടാകുന്നതാണ്. എപ്പോ? ഉമ്മയില്ലാത്ത സമയം, ഉപ്പ കൂടെയില്ലാത്ത സമയം, സഹോദരന്മാർ കൂടെ നിൽക്കാത്ത സമയം, മക്കൾ കൂടെ നിൽക്കാത്ത സമയത്ത് ഖുർആൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവന് താങ്ങായി തണലായി കൂടെയുണ്ടാകുന്ന ഹദീസിലെ പ്രയോഗം. ഖുർആൻ ഇങ്ങനെ മുന്നിൽ നടക്കും, പിന്നിൽ നടന്നാൽ മതി, അവനെ നയിക്കാൻ ഖുർആൻ ഉണ്ടാകും. അവനോട് ഖുർആൻ പറയുമെന്നാണ്, ഹൽ തഅരിഫുനി, എനിക്കിന്നെ മനസ്സിലായോ? ദുനിയാവിൽ ചിന്നെ കണ്ടീന്നോ? പരിചയമുള്ള ആരുമില്ല, പരിചയമുള്ള ആളല്ല. അവിടുന്ന് കാണുന്നത് ഉപ്പാനെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് പരിചയം ഉണ്ടാവും, ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ പരിചയം ഉണ്ടാകും. ഹൽ തഅരിഫുനി, ജിന്നെ ദുനിയാവിൽ വെച്ച് കണ്ടുകണോ? മാ അരിഫുക്, ഇല്ല എനിക്കറിയില്ല എന്നെ, ഞാൻ ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ല. അതിൽ ഖുർആൻ മറുപടി പറയുമെന്നാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ കൂട്ടുകാരനായ നിൻ്റെ ഖുർആനാണ്. അല്ലദീ അദ്മഅ്തുക ഫിൽ ഹവാജിർ, നീ ഞാൻ കാരണമാണ് രാവിലെ നോമ്പനുഷ്ഠിച്ച് അധികമായി ഖുർആൻ ഓതിയാൽ വയർന്നു വരുന്ന പ്രയാസം, നോമ്പനുഷ്ഠിച്ച് രാവിലെ നീ എനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ട്. വഅസ്ഹർതു ലൈലക്, നിൻ്റെ രാത്രിയെ ഞാൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട്
കുറേ രാത്രി ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ കൂട്ടായി വരുമെന്നാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് ആ വ്യക്തിക്ക് ഫയുഅ്തൽ മുൽക ബിയമീനിഹി വൽ ഖുൽദ ബിശിമാലിഹി, അവൻ്റെ വലത് കൈയിൽ എല്ലാവിധ അധികാരങ്ങളും സ്വർഗത്തിൻ്റെ അധികാരങ്ങൾ അവന് കൊടുക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വർഗത്തിൽ മരണമില്ലാത്ത രൂപത്തിൽ എന്നും ജീവിക്കുവാനുള്ള ഭാഗ്യം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ് ഖുർആനിൻ്റെ വക്താവിന്. എന്നിട്ട് വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ഒരു കിരീടം ഖുർആനിൻ്റെ വക്താവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അണിയിക്കും. അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും, ഖുർആനിൻ്റെ വ്യക്തിയുടെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല 2 പുടവകൾ സമ്മാനിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ അവരെയും കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല അണിയിക്കുമെന്നാണ്. അപ്പോൾ ഉപ്പയും ഉമ്മയും ചോദിക്കുമെന്നാണ്, എന്തിനാപ്പോ ബിമ കുസീന ഹാദിഹി, എന്തിനാപ്പോ ഇത് ഞങ്ങൾക്ക് തന്നത്, എന്തിനാണ് ഈ വിലപിടിപ്പുള്ള ഈ വസ്ത്രങ്ങൾ ഞങ്ങളെ അണിയിച്ചത് എന്ന് ആ ഉപ്പയും ഉമ്മയും ചോദിക്കുന്നതാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അവരോട് പറയും, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ, നിങ്ങളെ മോന് ഖുർആൻ്റെ ആളെയും അതുകൊണ്ട് നിങ്ങൾ ആദരിച്ചതാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവിലും ആഖിറത്തിലും വിജയം വേണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആദ്യം പഠിക്കാനുള്ള സൂറത്തുൽ മുഅ്മിനൂനാണ്. എന്താ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ അർത്ഥം? അയ്യോ, സത്യവിശ്വാസികൾ. മുഅ്മിൻ എന്നതിൻ്റെ ബഹുവചനമാണ് അൽ മുഅ്മിനൂൻ. മുഅ്മിനൂൻ ഇതിൽ ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്. അത് ആദ്യത്തെ ആയത്താണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ അൽ മുഅ്മിനൂൻ എന്ന പദം അല്ലാഹു ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ സൂറത്തിന് ആ പേര് നൽകിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൂറത്തുൽ മുഅ്മിനൂൻ മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത സൂറത്തുകളാണ്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 10-11 വചനങ്ങൾ മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. മുഅ്മിനീങ്ങളുടെ 7 ക്വാളിറ്റികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നത് നമ്മൾ പരിശോധിക്കണം. അതിൽ എത്രണ്ണം എനിക്കുണ്ട് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കണം. കാരണം വിജയം വേണമെങ്കിൽ ഈ ക്വാളിറ്റികൾ വേണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പുതിയ തുടക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഈ സൂറത്ത് മുഴുവനായി പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. എന്താ ഖദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഖദ് ഖദ് തീർച്ചയായും. ഖദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും. മാദിയായ ഫിഅലിന് അഥവാ അഫ്ലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചു എന്നാണ്, പാസ്റ്റാണ്, ഭൂതകാലമാണ്. ഭൂതകാലമായ ഒരു ക്രിയക്ക് മുമ്പ് ഖദ് എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എന്നർത്ഥം കിട്ടും. തീർച്ചയായും. അപ്പോൾ ഖദ് തീർച്ചയായും, അഫ്ലഹ അഫ്ലഹ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചിരിക്കുന്നു. അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളാണ് വിജയിച്ചത്. മുഅ്മിനീങ്ങൾക്കാണ് പരലോകത്ത് വിജയമുള്ളത്. ഇനി എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ വിജയിച്ചത് എന്നതിൻ്റെ കാരണം പറയാണ്. എന്തൊക്കെയായിരിക്കും ആ വിജയിച്ച മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കണം. എന്താ പറയണത്? അല്ലദീന
യാതൊരു കൂട്ടർ. അപ്പോൾ ഒരു കൂട്ടരാണ്. ഓലെ ക്വാളിറ്റി എന്താണ്? ഹും, അവർ ഫീ സ്വലാത്തിഹിം. ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സ്വലാത്തിഹിം. എന്താ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ? നിസ്കാരം. ഹിം, അവരുടെ. അപ്പോൾ അല്ലദീന, അവരൊരു കൂട്ടരാണ്, മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്. ഓലെ ഒന്നാമത്തെ ക്വാളിറ്റി അല്ല പറയാണ്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം, അവർ അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. എന്താ ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഭയഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണത്? പല ആൾക്കാരും പറയും നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല എന്ന്. മുഅ്മിനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി അല്ല പറഞ്ഞത് നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരേക്കാരം. അപ്പൊ എന്താ ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ആരെ മുന്നിലാണ് നിസ്കരിക്കുമ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി, അവൻ ചൊല്ലിപ്പറയുന്ന ദിക്റുകളുടെ അർത്ഥമെല്ലാം മനസ്സിലാക്കി, എങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാൻ കൽപ്പിച്ചുവോ അതുപോലെ നിസ്കരിക്കുക. അതാണ് ഖുശൂഇന്റെ അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാകും. തോന്നണ സമയത്ത് നിസ്കരിക്കുന്ന ആളുകളാകൂല മുഅ്മിനീങ്ങൾ. നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ നിസ്കരിക്കാൻ ഒരുപാട് തവണ അല്ലാഹു സുബ്ഹാനഹു തആല പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ നിസ്കരിക്കണം എന്ന് മാത്രമല്ല അല്ലാഹു പറയാ, അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാ പറയാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായി നിസ്കരിക്കണം, രണ്ട് വേണ്ടതുപോലെ നിസ്കരിക്കണം. നിസ്കാരത്തിന് ഒരുപാട് ശുറൂത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്, അർക്കാനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുനനുകളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് നിസ്കരിക്കണം. അതിനാണ് അല്ലാഹ് പറയാ അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കണം. മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ്. നോക്കി നിങ്ങൾ, നമസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഉണ്ടാകുമ്പോഴാണ്. നോമ്പ് നിർബന്ധമാക്കിയത് മദീനത്ത് വെച്ചാണ്. സക്കാത്ത് നിർബന്ധമാക്കിയത് മദീനത്ത് വെച്ചാണ്. ഹജ്ജ് നിർബന്ധമാക്കിയത് മദീനത്ത് വെച്ചാണ്. ഏത് കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെ പഠിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഉണ്ടാകുമ്പോഴാണ്. 5 വക്ത് നിസ്കാരം ഒഴിച്ചു. അതെന്താ നിർബന്ധാക്കിയത്? മിഅ്റാജ് മോൾക്കൊണ്ടുപോയപ്പോൾ ആകാശത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് നിർബന്ധാക്കി. എല്ലാ കർമ്മങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ് അത് വഹിയായിട്ടാണ് നിർബന്ധമാക്കിയത്. നിസ്കാരം നേരിട്ട് അള്ളാഹുമായിട്ട് സംവദിച്ച് നിർബന്ധമാക്കപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം ചോദ്യം ചെയ്യുക നമസ്കാരത്തെക്കുറിച്ചാണ്. ആദ്യം ചോദിക്കുക, നിസ്കരിച്ചിരുന്നോ? വേണ്ടതുപോലെ നിസ്കരിച്ചിരുന്നോ? നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുമ്പോൾ വഫാത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണം. ഇത് പറഞ്ഞതിന് ശേഷം ഹദീസ് ഉദ്ധരിച്ച റാവി പറയണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം പുറത്തേക്ക് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് തന്നു നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ. നിസ്കാരത്തിൻ്റെ പ്രത്യേകതകളായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹാ, ആരെങ്കിലും നമസ്കാരം അത് വേണ്ടതുപോലെ നമസ്കരിക്കുകയും അതിൽ കണിശത കാണിക്കുകയും ചെയ്താൽ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. നമസ്കരിക്കുന്ന ആൾ അത് നല്ല രൂപത്തിൽ മുറപ്രകാരം നിർവഹിക്കുകയും അത് പതിവാക്കുകയും ചെയ്താൽ അവന് നാളെ നമസ്കാരം ഒരു വെളിച്ചമായിരിക്കും. പരലോകത്തിൽ അവന് വിജയം നൽകുക നമസ്കാരമായിരിക്കും. വിശ്വാസം പറയാം.
ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വമല്ലം യുഹാഫിദ് അലൈഹ, ഇനി ഒരാൾ നിസ്കാരമൊന്നും ശ്രദ്ധിക്കണില്ല, നിസ്കാരമൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കാനാണ് ഓൻ്റെ ഉദ്ദേശമെങ്കിൽ ഓൻക്കൊരു വെളിച്ചം ഉണ്ടാവൂല. വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്. നിസ്കരിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നിസ്കരിക്കാത്ത ഒരാൾ, ഓൻ്റെ സ്ഥാനം നാളെ പരലോകത്ത് ഫിർഔൻ്റെ കൂടെ ഇകാരം. മുക്കിക്കൊന്ന അള്ളാഹു മുക്കി നശിപ്പിച്ച അഹങ്കാരി എന്ന് പരിചയപ്പെടുത്തിയ ഫിർഔൻ്റെ കൂടെ ഇകാരം ഓൻ്റെ സ്ഥാനം. ഹാമാൻ്റെ കൂടെയായിരിക്കും. ഹാമാൻ ആരാ? വസീറു ഫിർഔൻ, ഫിർഔൻ്റെ മന്ത്രിയാണ്. ഓനി മുക്കിക്കൊന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഓൻ്റെ ടീമിൽ പോയി നിൽക്കേണ്ടി വരും. ഖാറൂന, ഖാറൂൻ ആരാ? ഓൻ്റെ സ്വത്തിന് ഒന്നാകെ അള്ളാഹു ഭൂമി കണ്ട് താത്തി. അഹങ്കാരിയായി ഇസ്ലാം പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ ധിക്കാരി, ഓൻ്റെ കൂടെ പോയി നിൽക്കേണ്ടി വരും. ഉബയ്യ് ഇബ്നു ഖലഫ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങൾ കൊണ്ട് ഒരാൾ മാത്രമേ വധിക്കപ്പെട്ടുള്ളൂ, അത് ഉബയ്യ് ഇബ്നു ഖലഫാണ്. ഓരോ ടീമിൽ പോയി നിൽക്കേണ്ടി വരും. കാഫിറായി പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, കാഫിരിങ്ങളെ കൂട്ടത്തിൽ പോയി നിൽക്കേണ്ടി വരും എന്ന്. മുസ്ലിം ഉമ്മത്തൊന്ന് നോക്കി നിങ്ങൾ, ആരാ നിസ്കരിക്കണുള്ളത്? 5 വക്ത് ഒരു സദസ്സിൽ പോയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ 5 വക്ത് നിസ്കരിക്കണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ആളുകളൊക്കെ കൈവെക്കുക. ഈ ഉമ്മത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എവിടെയാണ്? എത്രമാത്രം ഗൗരവത്തിലാണ് ഇസ്ലാം അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്? നമസ്കാരത്തിൽ വീഴ്ച വരുന്നവരെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തണം. മൂന്ന് ടൈപ്പ് ആളുകളുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയാം, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ആളുകൾ ഉണ്ടാകും. ഒന്നാമത്തെ ആള് മൻ യുസല്ലി ഫിൽ ബൈത്ത്, വീട്ടിൽ നിന്നാവും നിസ്കരിക്കുക. പുറത്തുനിന്ന് ബാങ്ക് കേൾക്കുക, ഇക്കാമത്ത് കേൾക്കുക, ഇമാം ഓതണ ഓത്തൊക്കെ കേൾക്കുക, എന്നാലും ഓൻ പള്ളിയിൽ പോവില്ല. ഓൻ ആ പെരയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിക്കും. എത്രമാത്രം ഖൈറുകളാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്ന് തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നമസ്കരിച്ചാൽ അവർക്ക് കിട്ടും. ഒരു വുദു എടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമാണ്. ഒരു സ്റ്റെപ്പ് ദറജ ഉയർത്തും, മറ്റേ സ്റ്റെപ്പ് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ആരെങ്കിലും മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും പള്ളിയിലേക്ക് ഒരു വക്തിന് പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൻക്ക് വിരുന്നൊരുക്കും. ഒരു വക്തിന് പോയ ഒരു വിരുന്ന്, 2 വക്തിന് പോയ 2 വിരുന്ന്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ പ്രതിഫലം ഒന്നും വേണ്ടാന്ന് വെച്ച് അങ്ങാടിക്കും മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബാങ്ക് കേട്ടാലും ഇഖാമത്ത് കേട്ടാലും ഇമാം അവിടെ ഖുർആൻ ഓതുന്നത് കേട്ടാലും പള്ളി പോവില്ല. വലിയ പ്രതിഫലങ്ങളാണ് അയാൾ നഷ്ടപ്പെടുത്തുന്നത്. രണ്ടാമത്, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പാളിച്ച പറ്റുന്ന ആളുകൾ സമയത്ത് നിസ്കരിക്കാത്തവരാണ്. സമയത്ത് നിസ്കരിക്കൂല, തോന്നണ സമയത്ത്. ചിലപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടാവും, തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഇക്കാരം ഒന്ന് കെടുക്കാൻ നേരത്തെ ഇക്കാരം ഫ്രീ ആവുക. അപ്പം ഉണ്ടാവും ആ ദിവസം മൊത്തം നിസ്കാരം അടിച്ച് തീർക്കുക. എന്ത് തിരക്കുണ്ടെങ്കിലും നമസ്കാരത്തിനൊരു ഇളവ് ഇസ്ലാം തന്നിട്ടില്ല. നിങ്ങൾ നോക്കി, നിങ്ങൾ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞതാണ്, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സ്വലാത്തുൽ ഖൗഫ് ഖിബില നിർബന്ധമില്ല. നമ്മൾ നമസ്കരിക്കുന്ന രൂപത്തിൽ തന്നെ നിസ്കരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് നിസ്കരിച്ചാൽ മതി. പക്ഷെ നമസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുവാൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിലും ഒരാളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമാണോ നമസ്കരിച്ചോളണം. അത് തോന്നുന്ന സമയത്തല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് ഹജ്ജ് തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരാൾ റമദാനിൽ വന്ന് ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ അവനോട് പറയാം? അത് ഹജ്ജല്ല. നമസ്കാരത്തിന് അതുപോലെ നിർണയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഒരു കാരണവുമില്ലാതെ നമസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിം ഉമ്മത്ത് ഒരുപാട് വീഴ്ച വരുത്തുന്ന കാര്യമാണ്.
ഓലെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പണ്ഡിതന്മാർ പറയാണ്, ഐ യത്റുകൂനഹ ഹത്താ യഖ്റുജ വഖ്തുഹാ, ഓല് നമസ്കാരത്തെ ഇങ്ങനെ പിന്തിപ്പിക്കും. ഏതുവരെ? നിസ്കാരത്തിൻ്റെ സമയം പോണത് വരെ ഓലിങ്ങനെ ലാഗടിക്കും. ലാഗടിച്ചിട്ട് നിസ്കാരത്തിൻ്റെ സമയമൊക്കെ തെറ്റിയ ഓല് നിസ്കരിക്കും. ആ നിസ്കാരം കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഓൽക്ക് നാശമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ഒക്കെ ഇങ്ങനെ പ്രതിപാദിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത വത്തബഉ ശഹവാത്ത്. അമ്പിയാക്കന്മാർ ഉഷാറായിരുന്നു, പക്ഷെ ഓൽക്ക് ശേഷം ഒരുപാട് അണികൾ വന്നു. ഓല് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവരായിരുന്നു. നമസ്കരിക്കാത്തവർ നല്ല പറഞ്ഞു, അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓല് നിസ്കരിക്കും, പക്ഷെ സമയത്ത് നിസ്കരിക്കൂല. എന്താ അള്ളാഹ് പറഞ്ഞത്? ഫസൗഫ യൽഖൗന ഗയ്യ, ഓൽക്ക് ഗയ്യുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഗയ്യു വാദിൻ ഫിൽ ജഹന്നം, നരകത്തിലെ താഴ്വരയാണ് ഗയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിസ്കാരം വൈകിപ്പിക്കുന്ന ആളുകൾക്ക് നരകമല്ലാതെ മറ്റൊന്നും അർഹതയില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കണം. മക്കളത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതിൻ്റെ ഗൗരവം മക്കളെ ഉണർത്തണം. നമ്മളാദ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ഒരു ചോദ്യം വന്നു. എന്താ ചോദ്യം? അയാൾ സുബഹിൻ്റെ വക്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് മാത്രം അലാറം വെക്കണത്. അയാൾ അലാറത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സുബഹിൻ്റെ വക്ത് കഴിയണതിൻ്റെ മുന്നൊന്നും അലാറില്ല. അലാറം നോക്കുകയാണെങ്കിൽ വക്തൊക്കെ കഴിഞ്ഞിട്ട് 7 മണി 7:30 8 മണി ഡ്യൂട്ടിക്ക് പോകണ സമയം, അതിന് നീച്ചാൻ പാകത്തിന് അലാറം വെച്ചിക്കണ്. എന്താ ഓനാണെങ്കിൽ നിസ്കരിക്കണമില്ല, എന്താ ഓൻ്റെ ഹുക്കുമെന്ന് ചോദിച്ചു. ഓൻ കാഫിറാണെന്നാണ് പറഞ്ഞത്. ഓൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് ഓൻ പുറത്തുപോയാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിനൊരു ശ്രദ്ധയില്ല. മടിയോടുകൂടി നിസ്കാരത്തിനൊരു പ്രാധാന്യവും കൊടുക്കാതെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കിയവനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് പിന്നെ ഇസ്ലാമിൽ പിന്നെ അവനക്ക് സ്ഥാനമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആളുകൾ അങ്ങനെയാണ്. ഓല് നിസ്കരിക്കും, പക്ഷേ നിസ്കാരം ലേറ്റാക്കിയിട്ട് ഇങ്ങനെ നിസ്കരിക്കും. അത് ഓലൊരു പതിവ്. തോന്നണ സമയത്ത് തോന്നണ പോലെ നിസ്കരിക്കുക, അതുകൊണ്ട് കാര്യമില്ല. അവർക്ക് നരകണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ നമസ്കാരം മൊത്തം പാടേ ഒഴിവാക്കുക. ഓൻ്റെ പേര് മുഹമ്മദ് കുട്ടി ഇബ്രാഹിം കുട്ടിയൊക്കെ കൈകാരം. ഓന് രാമൻകുട്ടിക്ക് തുല്യ. ഓന് ഇസ്ലാമിൽ നിന്ന് പുറത്താ, ഒരു സംശയവുമില്ല. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിലുള്ള കർമ്മം അത് നമസ്കാരമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മുസ്ലിമാണോ ഓൻ ഒരിക്കലും നമസ്കാരം പരിപൂർണമായി ഒഴിവാക്കില്ല. പരിപൂർണമായി നമസ്കാരം ഒഴിവാക്കിയ ആൾ ഓൻക്ക് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് സഹാബിമാരൊക്കെ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ അതിൽ കർശന നിലപാട് കാണിച്ചു. ഒരു വക്തന്നെ അനാവശ്യമായി ഒഴിവാക്കിയാൽ, ഒരു വക്ത് അനാവശ്യമായി ഒരു കാരണമില്ലാതെ ഒഴിവാക്കിയാൽ കാഫിറായി പോകും എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് അല്ലാഹ് പറഞ്ഞത്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ ഒരു നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും. അപ്പോൾ നമസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിൽ ഖുശൂ വേണം, അല്ലേ? നമസ്കാരത്തിൽ ഭയഭക്തി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വെള്ളം തിളക്കുന്ന ശബ്ദത്തിന് സമാനമായ ശബ്ദം ഇങ്ങനെ വരുമായിരുന്നു എന്നാണ്. തേങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുമായിരുന്നു എന്നാണ്. ഖുശൂഇൻ്റെ അടയാളാണ്. അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വയ്യാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറു അബൂബക്കറിൻ ബിസ്സലാ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിസ്കരിക്കാൻ പറയണം. അപ്പോൾ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കംപ്ലൈൻറ്റ്, ഇപ്പം നിന്ന് കഴിഞ്ഞാൽ നിസ്കാരം ഫുള്ളാവൂല, ഓതിയ അപ്പക്കരയും,
പിന്നെ നിസ്കാരം ഫുള്ളാക്കാൻ കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹു നിർത്തണ നല്ലത്. അങ്ങനെയായിരുന്നു അവരുടെ നമസ്കാരങ്ങൾ. നമസ്കാരത്തിൽ അള്ളാഹുവെ ഓർത്ത് അവർ ചൊല്ലുന്ന ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരം ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സലാത്തു ബിലാ ഖുശൂഇൻ വലാ ഹുദൂരിൻ കബദനിൻ മയ്യിത്തിൻ ലാ റൂഹ ലഹ. ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്ന് കഴിഞ്ഞാൽ ജീവനില്ലാത്ത ബോഡി പോലെയാണ്, ഡെഡ് ബോഡി പോലെയാണ്, മരിച്ചതിന് സമാനാണ്. യാതൊരു വിലയുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം അനിവാര്യമാണോ അത്രമാത്രം അനിവാര്യമാണ് ഒരാളുടെ നമസ്കാരത്തിന് ഖുശൂ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞാണ്, വെള്ളമില്ല എന്നുണ്ടെങ്കിൽ മത്സ്യത്തിന് പിന്നെ സ്ഥാനമുണ്ടോ? ഇല്ല. ഖുശൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന് പിന്നെ സ്ഥാനമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനാണോ ഓൻ്റെ നമസ്കാരത്തിൽ അവൻ ഭയഭക്തി കാണിക്കുന്നവനായിരിക്കും. ഇതൊക്കെ ഞാൻ 2 തവണ ഖുശൂവിനെ കുറിച്ച് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഓർമ്മ ഉണ്ടാകും. ഇനി ഖുശൂ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? ഖുശൂ എങ്ങനെ കൊണ്ടുവരാം? അത് നമ്മളന്ന് സംസാരിച്ചിട്ടില്ല. ഖുശൂ നമുക്കൊക്കെ പരാതി എന്താ? ഖുശൂ ഇല്ല എന്നാണ്. നമസ്കാരത്തിലൊരിത് കിട്ടണില്ല ഉസ്താദേ എന്ന് പറയും. എങ്ങനെ നമുക്കത് കിട്ടിക്കുക? അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് നിയ്യത്താണ്, ഇഖ്ലാസാണ്. വുളു മുതൽ നമ്മൾ തുടങ്ങണം ശ്രദ്ധ. നിസ്കാരത്തിൽ മാത്രം ഒറ്റയടിക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വിചാരിച്ചാൽ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ വുളു മുതൽ ശ്രദ്ധ കൊടുന്നിങ്ങോട്ട് നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ വുളു എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് വുളുവിനെ നന്നാക്കാൻ സാധിക്കും. നമ്മൾ കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തിന്മകൾ അള്ളാഹു പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. കാല് കഴുകുമ്പോൾ കാലുകൾ കൊണ്ട് ചെയ്ത തിന്മകൾ, നമ്മളൊരു തിന്മയിലേക്ക് നടന്നെടുത്തിട്ടുണ്ട്, അതിൻ്റെ പാവഭാരം നമ്മൾ പേറേണ്ടി വരും. പക്ഷെ വുളു എടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിന്മ പുറത്തു തരും. ഇതൊക്കെ മനസ്സിലാക്കി ഒരാൾ വുളു ചെയ്താൽ എങ്ങനെയായിരിക്കും? അവൻ്റെ വുളു ഒരു വുളു ഐക്കാരം. അപ്പോൾ വുളു മുതൽ ശ്രദ്ധിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വുളു മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്, നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് മാത്രം നിസ്കാരത്തിൽ നോക്കുക, വേറെ ഏണ്ടും നോക്കരുത്. അപ്പുറത്തു കൂടി ഒരാൾ നടന്നുകൊണ്ട് അപ്പോൾ ഒന്ന് മെല്ലെ കണ്ണോട് നോക്കുക, അല്ലെങ്കിൽ അവിടെ 2 ആൾക്കാർ കച്ചറോടുണ്ട്, അപ്പോൾ എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് മെല്ലെ നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരത്തിൻ്റെ ഖുശൂവിനെ ബാധിക്കും. അപ്പോൾ നമസ്കാരത്തിൽ ഖുശൂ വേണോ? നമ്മുടെ നോട്ടം സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാത്രമാക്കുക. മൂന്നാമത്, നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ കിട്ടണോ? നമ്മളതിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുക്കണം. പള്ളിക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സിട്ട് പോവുക. ഉറക്കത്തു നിന്ന് നീച്ച ആ ട്രാക്ക് സൂട്ടും ആ ഒരു ടീഷർട്ടും ഇട്ടല്ല പള്ളിയിൽ പോകേണ്ടത്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നല്ല വസ്ത്രം ഇട്ടിട്ടാണ് പോകേണ്ടത്. സ്പ്രേ ഒക്കെ ഒന്ന് അടിക്കുക, അത്രക്കൊന്ന് പൂശുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഉന്മേഷം, നല്ലൊരു സ്മെല്ലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരത്തെ നന്നാക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയണത്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിസ്കാരപ്പായൊക്കെ ഒന്ന് ഇടക്ക് നന്നായി അലക്കി റെഡിയാക്കുക. നല്ല രൂപത്തിൽ നമ്മൾ തയ്യാറെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തത്, ഖുശൂഇൽ നിന്ന് തടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പോയി നിസ്കരിക്കാൻ നിൽക്കരുത്. ഭക്ഷണം തയ്യാറാക്കപ്പെട്ട സന്ദർഭത്തിൽ നിങ്ങൾ പോയി നിസ്കരിക്കാൻ നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. മൂത്രമൊഴിക്കാനുള്ള സന്ദർഭത്തിൽ നിങ്ങൾ പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത്. അതിനിപ്പോൾ ഫർള് നിസ്കാരമാണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ശരിയാവില്ല എന്നാണ്. മൂത്രമൊഴിക്കാണ്ടെന്നുണ്ടെങ്കിൽ ജമാഅത്ത് പോകുമെന്ന് പേടി. മൂത്രമൊഴിക്കാൻ കയറിയാൽ ജമാഅത്ത് പോകും. ആയിക്കോട്ടെ, ജമാഅത്ത് പോയിക്കോട്ടെ,
മൂത്രമൊഴിച്ചിട്ട് പോയിട്ട് നിസ്കരിച്ചാൽ മതി. പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞു. ബാത്റൂമിൽ പോകാനോ മൂത്രമൊഴിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത്. ഖുശൂഇൽ നിന്ന് തടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ പെട്ടതാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ ഇവിടെയും നല്ല അലങ്കാരം. ചില മുസല്ലകളൊക്കെ അങ്ങനെയാണ്. അയിമക്ക് നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാബൻ്റെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളൊന്നാണ്ട് ഹർമ്മ പോവും. റമദാനിലേക്കാരം അല്ലെങ്കിൽ ഹജ്ജിൻ്റെ സീസണിലേക്കാരം. പിന്നെ മിനേക്കത്തും അറഫൊക്കെ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വല്ലാണ്ട് ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതിന്മേ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കാതിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ജേഴ്സിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നമസ്കാരത്തിന് അതിൻ്റേതായ ഒരുക്കം നടത്തണം എന്നാണ്. അപ്പോൾ നമ്മൾ അതൊന്നും ഇട്ട് പോവാതിരിക്കുക. രണ്ടാമത്, നമ്മൾ കാരണം മറ്റുള്ളവരുടെ നിസ്കാരം ഒരുപക്ഷെ ബാത്തിലാവും. ഓല നമസ്കാരം ശ്രദ്ധ തെറ്റാൻ കാരണം ആവാൻ സാധ്യത ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. പള്ളിക്ക് പോകുമ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ട് പോണ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തത് മരണത്തെ ഓർക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സ്വല്ലി സ്വലാത്തൽ മുവദ്ദിഅ, വിടവാങ്ങുന്നവൻ്റെ നമസ്കാരം പോലെ നിസ്കരിക്കുക. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കണമെന്ന് വിചാരിച്ചോളി. രാവിലെ 8 മണിക്കാണ് തൂക്കിക്കൊല്ലണം. ഓൻ അന്ന് സുബൈ നിസ്കരിക്കും. എന്തേക്കാരം അവൻ്റെ നിസ്കാരം? ഓൻകാരഞ്ഞൊരു സുബൈൻ്റെ ജീവിതത്തിലില്ല. ആ നിസ്കാരം ഒരു നിസ്കാരക്കാരല്ലേ? അങ്ങനെ നിസ്കരിക്കാൻ, അങ്ങനെയാണ് ഓരോ വക്തും നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആറാമത്തത്, എങ്ങനെയൊക്കെ നിസ്കരിക്കാൻ, റുക്കൂ എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ, സുജൂദ് എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ അതുപോലെ ചെയ്ത് നിസ്കരിക്കുക. അതുപോലെ ചെയ്ത് നിസ്കരിക്കുക. അതിലൊരു ഭയഭക്തി കിട്ടാൻ കാരണമാകും. റുക്കൂ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ റുക്കൂ ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ നിന്ന് റുക്കൂ ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങൾ മുട്ടാൻ, നിലത്ത് തട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ 7 അവയവങ്ങളും നിലത്ത് തട്ടിക്കുക. നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ കാരണമാകും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? 60 കൊല്ലം നിസ്കരിച്ച ഒരാൾ ഓനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും. എത്ര കൊല്ലം? 60 കൊല്ലം നിസ്കരിച്ചു. ഒരു നിസ്കാരം പോലും അവൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളെങ്ങനെ കാണുകയാണ്, അയാൾ നിസ്കരിക്കണ ഇങ്ങനെ കാണുക. അപ്പോൾ അയാളെ നിസ്കാരത്തിൽ ഒരുപാട് പോരായ്മകൾ ഇങ്ങനെ കാണുന്നുണ്ട്. റുക്നുകളിൽ ഇങ്ങനെ വീഴ്ച വരുത്തുന്നത് കാണുന്നുണ്ട്. അയാളെ വിളിപ്പിച്ചു. എത്ര കൊല്ലമായി നിസ്കരിച്ചതെന്ന് ചോദിച്ചു. 40 കൊല്ലമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട് പറഞ്ഞു. ഇജ്ജ് 40 കൊല്ലം നിസ്കരിച്ചിട്ടില്ല പറഞ്ഞു. നീ എങ്ങാനും ഈ നിസ്കാരം നിസ്കരിച്ചിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ നീ ജാഹിലിയത്തിലെ മരണം മരിച്ചവനായി ഞാൻ കണക്കാക്കുന്നു പറഞ്ഞു. എനിക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. സഹാബിയാണ് ഈ പറയണത്. അപ്പോൾ നമസ്കാരം അതിൻ്റെ മുറപ്രകാരം എങ്ങനെ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുവോ അതിൻ്റെ ലുക്കിലും അതിൻ്റെ ഭാവത്തിലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കരിക്കുക. അവസാനമായി ഇനി 2 പോയിൻ്റ് കൊണ്ട് അടുത്തത്, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒറ്റക്കൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ മറ സ്വീകരിച്ച് നിസ്കരിക്കുക. മറ വേണം. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മറ സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുക. പള്ളിയിലൊക്കെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർ നടുവിൽ നിന്നിട്ടാണ് കൈയ്യട്ടും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുത്രയിലേക്ക് അഥവാ മറയിലേക്ക് തിരിഞ്ഞിട്ടാണ് നമസ്കരിച്ചിരുന്നത്. ഒരു ആട്ടിൻകുട്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സുജൂദ് ചെയ്താൽ എത്തുന്ന സ്ഥലത്തിനും മറക്കും ഇടയിലുണ്ടായിരുന്നത്. അഥവാ മറയോട് അടുത്ത് നിൽക്കുമായിരുന്നു എന്നാണ്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചുമരാണെങ്കിൽ ചുമരിനോട്, തൂണാണെങ്കിൽ തൂണിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുക. സുജൂദ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. അത് നമസ്കാരത്തിലെ ഖുശൂഇനെ ബാധിക്കും. കാരണം മറൊന്നുമില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കായിട്ട് ആളുകൾക്ക് തോന്നൂല, മുന്നുകൂടിയൊക്കെ പോവും. നമ്മളെ നമസ്കാരത്തെ ബാധിക്കും.
ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും അവസാനമായി നമ്മൾ വെറൈറ്റികൾ പരീക്ഷിക്കുക. വെറൈറ്റികൾ എപ്പോൾ നമ്മൾ സുന്നത്ത് സ്കരിക്കുകയാണെങ്കിൽ ഒരു കുല്യാൽ കാഫിറും കുല്ലല്ലാഹു തൈകാരം അല്ലേ അല്ലേ, അതൊന്ന് മാറ്റി പിടിക്കണം. സൂറത്തുകൾ മാറ്റി ഓതുക, അദ്കാറുകൾ മാറ്റി ചൊല്ലുക. അദ്കാറുകൾ മാറ്റി ചൊല്ലുക പറഞ്ഞു കഴിഞ്ഞാൽ റുക്കോയിൽ ഒന്നിലേറെ അദ്കാറുകൾ വന്നിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ബുഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്, ഇങ്ങനെ ഒരുപാട് അദ്കാറുകൾ വന്നിട്ടുണ്ട്. അത് മാറ്റി മാറ്റി ചൊല്ലുക. മാറ്റി മാറ്റി ചൊല്ലുമ്പോൾ എന്താ, ഒരു ബോധത്തിൽ മാത്രമേ മാറ്റി ചൊല്ലാൻ പറ്റുള്ളൂ. അല്ല സ്ഥിരമായി ചൊല്ലുന്നതാണെങ്കിൽ അങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ വന്നോളും. നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാന സുബ്ഹാന സുബ്ഹാനല്ലാഹ് ചെല്ലണമായിരിക്കും. അപ്പോൾ അതിന് മാറ്റം വേണമെങ്കിൽ നമ്മൾ വെറൈറ്റികൾ പരീക്ഷിക്കണം. അതിനാണ് ഒന്നിലേറെ അദ്കാറുകൾ ഓരോ ഘട്ടത്തിലും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളാകെ ഒരു ഹാഫ് വജ്ജഹത്ത് കൊണ്ട് കിടക്കുകയാണ്. വജ്ജഹത്ത് ചെല്ലണവരില്ലേ, വജ്ജഹത്ത് ഫുള്ള് ചെല്ലൂലേ, ഫുള്ള് ചെല്ലണില്ല. നമ്മൾ മദ്രസയെ പഠിച്ച വജ്ജഹത്തൂല് ഫുള്ളില്ല, അതിൻ്റെ ഒരു ഹാഫും പിടിച്ചിട്ടാണ് നമ്മൾ നടക്കണത്. വേറെ എത്ര പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലൊന്ന് ഫുള്ള് പഠിക്കാൻ നമുക്ക് തിരക്കാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഖുശൂഅ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമ്മളെ നമസ്കാരത്തിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കംപ്ലൈൻറ്റ് പറയില്ല. ഇനി നമ്മളിതൊക്കെ ശ്രദ്ധിച്ചാൽ, നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും നമ്മളെ ഈമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നിസ്കരിക്കണ ആ ഒരു ശ്രദ്ധയിൽ എപ്പോഴും നിസ്കരിക്കാൻ ഒരു മനുഷ്യനൊരു പക്ഷേ സാധിച്ചു എന്ന് വല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു ശ്രദ്ധ നമ്മൾ കാണിക്കണം, അതിലൊരു വാശി നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ 2 ആയത്താണ് എടുത്തത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ, മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റികൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.